ഹലോ. ഹലോ. എന്താണ് നിങ്ങളുടെ പേരൊക്കെ? എൻ്റെ പേര് നോയൽ ആൻ്റണി ലിറ്റ്സൺ. എൻ്റെ പേര് ജുനൈദ് മുഹമ്മദ്. എൻ്റെ പേര് ജോസഫ് സെബാസ്റ്റ്യൻ. മൂന്നുപേരും ഫ്രണ്ട്സ് ആണോ? അതെ. ഒരു ബാച്ച് ആയിരുന്നോ? നമ്മളെല്ലാവരും ഞാൻ വേറെ ബാച്ചായിരുന്നു, ഇവർ രണ്ടുപേരും ഒരു ബാച്ചായിരുന്നു. എങ്ങനെ റെസിഡൻഷ്യൽ ആയിരുന്നോ? റെസിഡൻഷ്യൽ തന്നെ, ജസ്റ്റ് അപ്പുറത്തൊരു ക്ലാസ്. വീട് എവിടെയാണ് എല്ലാവരുടെയും? എൻ്റെ ചാലക്കുടി. എൻ്റെ എറണാകുളം. എൻ്റെ എറണാകുളം. ഓക്കെ. എന്താണ് ബ്രില്യൻ്റ് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം? ആരെങ്കിലും ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നോ? നേരത്തെ കേട്ട് പരിചയമോ എങ്ങനെയാണ്? എനിക്ക് 2 കൂട്ടുകാരന്മാർ കോഴിക്കോട് ക്യാമ്പസിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ വരാമെന്ന് വിചാരിച്ചതാ. പക്ഷെ കിട്ടിയത് എനിക്ക് പ്ലാസിലായിരുന്നു. റിഗ്രറ്റ് ചെയ്യണില്ല, ഓഫ്കോഴ്സ് ഇവിടെ വരെ എത്തി. എൻ്റെ പിന്നെ ബ്രില്യൻ്റ് പണ്ട് കേരളത്തിൽ ഭയങ്കര പോപ്പുലർ ആണ്, അതുമാത്രമല്ല ഇന്ത്യയിൽ ഇപ്പോൾ പോപ്പുലർ ആയിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ പാരൻസ് തന്നെ അവിടെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് വെച്ചേ. എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് പഴയ സ്കൂളിൽ നിന്ന് കുറേ പേര് ബ്രില്യൻ്റിൽ പോകുന്നുണ്ടായിരുന്നു. അവരും പോണ കണ്ടിട്ട് ഞാനും ഫോളോ ചെയ്ത് പോയതാ. ഓക്കെ. അപ്പം ആദ്യമായിട്ട് ബ്രില്യൻ്റ് ജോയിൻ ചെയ്തപ്പോഴും ഇപ്പോൾ ഉള്ള ഒരു ഫീലിങ്സും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്താ നിങ്ങക്ക് തോന്നുന്നത്? പോവാൻ ആദ്യം താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ വന്നപ്പോ ഐ ഡോണ്ട് റിഗ്രറ്റ് മൈ ഡിസിഷൻ. എടുത്ത ഡിസിഷൻ അടിപൊളിയായിരുന്നു തോന്നുന്നുണ്ട് ശരിക്കും? അതെ. ഓക്കെ, ഫൈൻ. ദെൻ ഇവിടുത്തെ ബ്രില്യൻ്റിലെ ഫാക്കൽറ്റീസിനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഓഫ്കോഴ്സ് ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂപ്പർവൈസർ, നമ്മൾ 3 പേരും സൂപ്പർവൈസർ ജിൻഡോ സർ സ്ഥിരം മോട്ടിവേഷൻ തരും, മെയിൻലി 2 times a week അങ്ങനെ. അപ്പോൾ അത് നല്ലായിരുന്നു. എൻ്റെ ടീച്ചർ ഐശ്വര്യ മിസ് എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. ആ ടീച്ചർ എന്തെങ്കിലും പറ്റിയാലും എല്ലാം പ്രോബ്ലം റിസോൾവ് ചെയ്യും. ഓഫ്കോഴ്സ് പാരൻസും ഉണ്ട്, ആൻഡ് ബൈ ഗോഡ്സ് ഗ്രേസ് ഓൾസോ. ഇതെല്ലാം. സജിൻ സാറ് ഞങ്ങൾക്ക് എന്തെങ്കിലും മാർക്കൊക്കെ കുറഞ്ഞാൽ പുള്ളി പേഴ്സണലി വന്നിട്ട് ഞങ്ങളോട് പറയും, മോട്ടിവേറ്റ് ചെയ്യും, എന്താ ചെയ്യേണ്ടതെന്നുള്ള നെക്സ്റ്റ് പ്ലാൻ ഓഫ് ആക്ഷനൊക്കെ തരുമായിരുന്നു. അപ്പോൾ ഫുള്ള് നല്ല മോട്ടിവേഷനൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക്. ഇവൻ പറഞ്ഞ പോലെ തന്നെ സജിൻ സാറൊക്കെ പിന്നെ ജിൻഡോ സാറും ഇപ്പം ക്ലാസ്സിൽ വന്ന് സംസാരിക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്ലാസ്സിലും. പിന്നെ സജിൻ സാറ് സ്പെഷ്യലായിട്ട് വല്ല മാർക്ക് താഴത്തോട്ട് വേണമെങ്കിൽ വന്ന് ചോദിക്കുമായിരുന്നു. ഡയറക്ടേഴ്സിന്റെ ഒരു മീറ്റിംഗ് വരുമായിരുന്നല്ലോ. ഇത് ഡയറക്ടർ ആയിരുന്നു നിങ്ങളുടെ കൂടെ? ജോർജ് സാറായിരുന്നു ഞങ്ങൾക്ക്. ജോർജ് സാറായിരുന്നു. മോട്ടിവേറ്റിംഗ് ആയിരുന്നു സാറ്? അതെ. ഓക്കെ. ദെൻ ഏതെങ്കിലും ഒരു ടൈമിൽ ഒന്ന് ബാക്ക് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ടോ അങ്ങനെ എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ? അതന്നെ, സംടൈംസ് നമുക്ക് ടെസ്റ്റ് പേപ്പർ ഇച്ചിരി കൂടുതൽ ഹാർഡായി പോലെ തോന്നുന്നു. അപ്പോൾ അത് നമ്മൾ വിചാരിക്കും ഈ ചാപ്റ്റർ പറ്റില്ല. അങ്ങനെ സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പം നമ്മൾക്ക് അറിയാം അത് പഠിക്കാത്ത കാരണം മര്യാദയ്ക്ക് പഠിച്ചാൽ പറ്റും. അങ്ങനത്തെ ഇച്ചിരി സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എത്ര ഡൗൺ ആയാലും ഓഫ്കോഴ്സ് ബൈ ഗോഡ്സ് ഗ്രേസ്, ബൈ പാരൻസ്, എൻ്റെ ഒരു ക്ലാസ് ടീച്ചർ, സൂപ്പർവൈസർ എല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെ ഇറങ്ങാനൊന്നും തോന്നത്തില്ല, ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ തോന്നത്തുള്ളൂ. ഈ ലേണിംഗ് ആപ്പ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ആണ്. ഞാൻ ജെഇമെയിന് മുമ്പും അഡ്വാൻസിന് മുമ്പും അതിൻ്റെ എക്സാംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നല്ല ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ശരിക്കുള്ള എക്സാമിൽ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് തോന്നി. ലൈക്ക് അവർ തന്ന പാറ്റേൺ പോലെ തന്നെ തോന്നി, ഈവൻ അഡ്വാൻസ് വരെ. ഇറ്റ് വാസ് ഹാർഡർ ദാൻ അഡ്വാൻസ്. അതുകൊണ്ട് അഡ്വാൻസ് പിന്നെയും സിംപിൾ ആയിട്ട് തോന്നി. നിങ്ങളുടെ റാങ്കുകളൊന്ന് പറയൂ. എൻ്റെ അഡ്വാൻസിൽ 1109 റാങ്കാണ്. അപ്പം എൻ്റെ ജെ അഡ്വാൻസിൽ 8846. എൻ്റെ അഡ്വാൻസിന് 10,500. ഓ, കൺഗ്രാറ്റുലേഷൻസ്. ഇവിടെ സിബ്ലിങ്സ് ആരെങ്കിലും നേരത്തെ പഠിക്കുകയോ അല്ലെങ്കിൽ ഇപ്പൊ പഠിക്കുന്നൊക്കെ ഉണ്ടോ? ഓൾഡർ സിബ്ലിങ്സ് ആരുമില്ല. ഇപ്പം എൻ്റെ യങ്ങർ സിബ്ലിങ്സിൽ എല്ലാവരും ഞാൻ ബ്രില്യൻ്റിൽ അയക്കാൻ എൻ്റെ പാരൻസിനോടും എൻ്റെ കസിൻസിനും എല്ലാവരോടും അയക്കാൻ പറഞ്ഞു. എൽഡർ ബ്രദർ തന്നെയാണ് അവർക്കുള്ള മോട്ടിവേഷനും? അവർക്ക് ഇപ്പം ഞാനാണ് മോട്ടിവേഷൻ. ഓക്കെ, വെരി ഗുഡ്. പാരൻസ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടോ? എസ്പെഷ്യലി ക്വസ്റ്റ്യൻസ് ഒക്കെ എത്ര ക്വസ്റ്റ്യൻ ചെയ്യുന്നു അത്ര നല്ലത്. ജോർജ് സാർ പറഞ്ഞത് അങ്ങനെ തന്നെ പറ്റി. ബിക്കോസ് നമ്മൾ ഓഫ്കോഴ്സ് നമ്മൾ 3 പേര് കുത്തിയിരുന്ന് ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു ലാസ്റ്റ് ഒരു 6 മാസം ഏകദേശം. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായി, നല്ല സ്പീഡ് കിട്ടി. ജെഇമെയിൻ തന്നെ 1 മണിക്കൂർ മുമ്പൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. മിക്ക ആൾക്കാരെ കുറേ ക്വസ്റ്റ്യൻ ചെയ്ത ആൾക്കാർ അങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അതൊരു നല്ലതായിരുന്നു. സെയിം ജെ അഡ്വാൻസിനും ഹെൽപ്പ് ചെയ്യും. ബിക്കോസ് ആ ഒരു എൻഡുറൻസ് വേണം, ഒരു 6 hours ഇരിക്കണം. അപ്പോൾ അത് കാരണം ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഭയങ്കര ഹെൽപ്ഫുള്ളായി. പിന്നെ ബ്രില്യൻറ്റിൻ്റെ എക്സാംസ് നമുക്കറിയാമല്ലോ, ടഫായിട്ട് ഇട്ടേ. അതുകൊണ്ട് ശരിക്കുള്ള എക്സാംസ് ഈസി ആയിട്ട് വന്നു. അവരുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാ ബുക്കിൽ നിന്നാണ്, നമുക്ക് ലൈക്ക് അറിയാത്ത ഓത്തേഴ്സിൽ നിന്നൊക്കെയാണ് സാറുമാരുണ്ട്. അതുകൊണ്ട് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു, നല്ല ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ഈവൻ എക്സാം പാറ്റേൺ വരെ അവർ ആ ടൈമിങ്സ് ലൈക്ക് അഡ്വാൻസിന്റെ ടൈമിങ്സ് പോലും മാച്ച് ചെയ്താണ് ഇട്ടോണ്ടിരുന്നത്. മോർണിംഗ് 3 hours, ഈവനിങ് 3 hours. ടൈം മാനേജ്മെന്റ് ഒക്കെ എക്സാം എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ടൈം മാനേജ് ചെയ്യാനൊക്കെ എളുപ്പമായിരുന്നോ? അത് ബ്രില്യന്റ് എക്സാംസ് ഒക്കെ കാരണം കുറെ ഹെൽപ്പ് ചെയ്തു. ഓക്കെ, നിങ്ങളുടെ അഡ്മിഷൻ റെഡി ആയോ? എവിടെയായിരുന്നു അഡ്മിഷൻ? IIT പാട്ന. കെമിക്കൽ എഞ്ചിനീയർ. ഞാൻ IIT BHU ഇപ്പോൾ കറന്റ് എടുത്തിരിക്കുന്നത്, മെറ്റലർജിക്കൽ സയൻസ്. ഓക്കെ.
ഞാൻ IIT ഡൽഹിയിൽ എഞ്ചിനീയറിംഗ് ആൻഡ് കമ്പ്യൂട്ടേഷണൽ മെക്കാനിക്സ്. ഇതായിരുന്നു നിങ്ങളുടെ ഡ്രീം, നിങ്ങളുടെ അംബീഷനിലേക്ക് എത്താൻ പറ്റിയോ നിങ്ങൾക്ക്? എനിക്ക് ഡൽഹി, മദ്രാസ്, ബോംബെ എന്ന് പറയുന്ന പോലെ ഏതെങ്കിലും പറയുന്നത് കിട്ടിയാൽ മതിയായിരുന്നു. ഭാഗ്യത്തിന് ഡൽഹി തന്നെ എനിക്ക് കിട്ടി. ഓക്കെ. എനിക്കും ഒരു ടോപ്പ് 10 IIT കയറണം എന്നായിരുന്നു, അതും എൻ്റെ ഡ്രീം ആയി. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ കിട്ടി. ലൈക്ക് കുറേയൊക്കെ ഇവരുടെ ഹെൽപ്പൊക്കെ കാരണമായിരുന്നു, ബ്രില്യൻ്റെ ഹെൽപ്പ്. ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ടും ഒരു ദൈവാനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയത്. എന്തെങ്കിലും ലോങ് ടൈം ഗോളോ അല്ലെങ്കിൽ വലിയ അംബീഷൻസ്, ഒരു സയൻറ്റിസ്റ്റ് ആവണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? വലുതായിട്ട് എനിക്കൊന്നുമില്ല. അഫ്കോഴ്സ് ഒരു എൻ്റെ കമ്പ്യൂട്ടർ സ്ട്രീമിൽ തന്നെ എനിക്ക് ഒന്ന് കയറേണ്ടത്, കോഡിംഗ് ഒക്കെ ഇച്ചിരി താല്പര്യമുണ്ട്. അല്ലാണ്ട് ലോങ് ടേം ആയിട്ട് വലുതായിട്ട് എനിക്കൊന്നുമില്ല. ഗോ വിത്ത് ദ ഫ്ലോ പോലെ. സെയിം IIT ചൂസ് ചെയ്തത് ആ ടെക് സ്ട്രീം, കമ്പ്യൂട്ടർ സ്ട്രീമിനുള്ളിൽ പോകാനാണ്, എലക്റ്റീവ് ആണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ മെറ്റലർജി പഠിച്ചാലും കമ്പ്യൂട്ടർ പഠിക്കാം, അതുകൊണ്ടാണ് IIT തന്നെ അതിനു വേണ്ടി പഠിച്ചത്. ഓക്കെ. സെയിം, അത് കോളേജിൽ പോയിട്ട് പിന്നെ ഡിസൈഡ് ചെയ്യാന്ന് വിചാരിച്ചു. ഗോ വിത്ത് ദ ഫ്ലോ പറഞ്ഞ പോലെ. എനിവേ, നിങ്ങളുടെ ലൈഫിലാണെങ്കിലും ഫ്യൂച്ചറിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ വിക്ടറി ആൻഡ് താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.